എൻ്റെ റൂമിലുള്ള പ്രാർത്ഥനാ മുറി കണ്ടാലോ? ഇന്ന് ഒന്നെല്ലാം ചേഞ്ചൊക്കെ വരുത്തി ഒന്ന് ഒതുക്കി വെച്ചു. ആദ്യം ഞാൻ കാണിക്കുന്നത് അണക്കരയിൽ നിന്ന് വാങ്ങിയ കരുണയുള്ള ഈശോയുടെ ചിത്രമാണ്. പിന്നെ അടുത്തതായി റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഫോട്ടോയാണ്. മാതാവിനെ നടുക്ക് വെച്ചു. എന്നിട്ട് കുരിശും മാതാവിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചു. അടുത്തായിട്ട് വേളാങ്കണ്ണി മാതാവിൻ്റെയും കൃപാസന മാതാവിൻ്റെയും ഫോട്ടോ വെച്ചു. അതിൻ്റെ അടുത്തായിട്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഫോട്ടോയും വെച്ചു. പിന്നെ അടുത്തതായിട്ട് വിശുദ്ധ അൽഫോൺസാമ്മയുടെ ഫോട്ടോയും വെച്ചു. സത്യം പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് സെയിൻസ് അൽഫോൺസാമ്മയും പിന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യാളനുമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിശുദ്ധൻ്റെ പേര് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതാണ് എൻ്റെ റൂമിലെ പ്രാർത്ഥനാ മുറിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങളുടെ റൂമും ഇങ്ങനെയാണോ? പിന്നെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നിടം വൃത്തിയായിരുന്നാലേ മനസ്സും ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഓശാന ഞായറാഴ്ച കിട്ടിയ കുരുത്തോല കുരിശുണ്ടാക്കി അടുത്ത് വെച്ച്. എനിക്ക് റോസാപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെന്നെങ്കിലും വാങ്ങിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നതോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്തതോ ആയിക്കൊള്ളട്ടെ, ഞാൻ അത് കൊണ്ടുവന്ന് എൻ്റെ ഈശോയുടെയും എൻ്റെ മാതാവിൻ്റെയും മുമ്പിൽ വയ്ക്കും.